ദില്ലി നിയമസഭാ ഇലക്ഷന്റെ പോളിംഗ് അവസാനിച്ചതോടെ നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളിലും BJP അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത്. ABPയുടെ എക്സിറ്റ് പോളിൽ 35 മുതൽ 40 സീറ്റ് വരെ BJPയും 32 സീറ്റ് മുതൽ 27 സീറ്റ് വരെ AAPയും 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത്. PMarkന്റെ എക്സിറ്റ് പോളിൽ 39 മുതൽ 49 സീറ്റുകൾ വരെ BJPയും 21 സീറ്റ് മുതൽ 31 സീറ്റുകൾ വരെ AAPയും 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത്. മാട്രിക്സിന്റെ എക്സിറ്റ് പോളിൽ 35 മുതൽ 40 സീറ്റ് വരെ BJPയും 32 സീറ്റ് മുതൽ 37 സീറ്റ് വരെ AAPയും 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത്. ടൈം നൗവിൻ്റെ സർവേയിൽ 38 മുതൽ 43 സീറ്റ് വരെ BJPയും 26 സീറ്റ് മുതൽ 32 സീറ്റ് വരെ AAPയും 0 മുതൽ 2 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ് പറയുന്നത്. ഈ സർവേകളിൽ നിന്നും വ്യത്യസ്തമാണ് വി പ്രസൈഡിൻ്റെ സർവേ. വി പ്രസൈഡ് പറയുന്നത് 46 മുതൽ 52 സീറ്റ് വരെ AAPയും 18 മുതൽ 23 സീറ്റുകൾ വരെ BJPയും 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ്. JVCയുടെ സർവേയിൽ 39 മുതൽ 45 സീറ്റ് വരെ BJPയും 22 മുതൽ 31 സീറ്റ് വരെ AAPയും 0 മുതൽ 1 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ്. CNN വ്യത്യസ്തമല്ല. CNN പറയുന്നത് 40 സീറ്റ് വരെ BJP നേടുമെന്നും 30 സീറ്റ് വരെ AAP നേടുമെന്നും 1 സീറ്റ് കോൺഗ്രസും നേടുമെന്നാണ്. പീപ്പിൾ പ്ലസിൻ്റെ സർവേയിൽ പറയുന്നത് 51 മുതൽ 60 സീറ്റ് വരെ BJPയും 10 സീറ്റ് മുതൽ 19 സീറ്റ് വരെ AAPയും കോൺഗ്രസിന് സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നുമാണ്. ചാണക്യയുടെ സർവേയിൽ 39 മുതൽ 44 സീറ്റുകൾ വരെ BJPയും 25 സീറ്റുകൾ മുതൽ 28 സീറ്റുകൾ വരെ AAPയും 2 സീറ്റ് മുതൽ 3 സീറ്റ് വരെ കോൺഗ്രസും നേടുമെന്നാണ്. ഇനിയും എക്സിറ്റ് പോളുകൾ വരാനുണ്ട്. സി വോട്ടറെ പോലുള്ള ടീമിൻ്റെ എക്സിറ്റ് പോളുകൾ ഇനിയും വരാനുണ്ട്.